ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോഴി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കോഴി ബിരിയാണി എന്നുള്ള വേർഡേ നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഇന്ന് അത് എടുത്ത് പറയാണ്. നല്ല കിടിലനായിട്ടുള്ള ഒരു കോഴി ബിരിയാണിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഇത് എൻ്റെ റെസിപ്പി അല്ല, എൻ്റെ ഉമ്മച്ചിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോണത് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കണം, എന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും അതേപോലെ തന്നെ കുറച്ച് ചിക്കന് ഇടാൻ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് റെഡ് കളർ യൂസ് ചെയ്യുന്നുണ്ട്, ഫുഡ് കളർ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഞാൻ ചെയ്യുന്ന നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറ് കിട്ടുമ്പോൾ ബിരിയാണിയിൽ അതിങ്ങനെ കിടക്കണതാണ് നല്ല ഭംഗി ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. പാകത്തിന് ഉപ്പും കുറച്ച് സുർക്കയും കൂടെ ചേർത്തിട്ടാണ് മസാല ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു 5-10 മിനിറ്റ് മാറ്റി വെക്കാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം എന്തായാലും ബിരിയാണിയിലെ മസാല എല്ലാം അതിലോട്ട് പിടിക്കും. അപ്പം ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഒരു ചീനച്ചട്ടിയിലോട്ട് എടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ഉള്ളി ഒന്ന് മൂപ്പിച്ച് കോരാൻ വേണ്ടിയിട്ട് ഒരു 7 ഉള്ളിയാണ് ഞാൻ ബിരിയാണിക്ക് ആകെ മൊത്തം എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും ഒരു 2 പിടി എടുത്തിട്ട് ഒന്ന് മൂപ്പിച്ച് കോരുകയാണ്. 7 മീഡിയം സൈസിലുള്ള സവാളയാണ് ഈ ബിരിയാണിയിലോട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പം ഞാനിവിടെ 1 കിലോ അരി വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ചിക്കനും 1 kgയുടെ മുകളിൽ കുറച്ച് വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ച് കോരിയ ശേഷം ഇതിലോട്ട് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരിയും കൂടെ ഒന്ന് വറുത്ത് കോരുക. ഇതൊന്ന് കോരി മാറ്റിയ ശേഷം ഇതിലോട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കൂടുതൽ സമയം നീട്ടി വലിച്ച് കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം സിമ്പിളായിട്ട് ചുരുക്കിയിരിക്കുന്നത്. ബിരിയാണി വെക്കുന്നത് നല്ല കൃത്യമായിട്ട് നല്ല നീറ്റായിട്ട് പറഞ്ഞുതരാം. ഇതെല്ലാവർക്കും ഒരുവിധം അറിയുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ടൊന്ന് ചുരുക്കിയെന്നേ ഉള്ളൂ. ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത ശേഷം ബാക്കിയുള്ള എണ്ണയിൽ നിന്നും കുറച്ച് മാറ്റി വയ്ക്കുക. ശേഷം അതിലോട്ട് എടുത്ത് വെച്ചിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 7 സവാളയാണ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. 4 നാഴി അരിയാണ് വെക്കുന്നത്. അപ്പോൾ ആ 7 സവാളയിൽ നിന്നും എടുത്തതിൻ്റെ ബാക്കിയുള്ളത് ഇതിലോട്ടൊന്ന് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ആ എണ്ണയിലൊന്ന് വഴറ്റിയ ശേഷം ജസ്റ്റ് ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കുക. അതിലോട്ട് ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലൊന്ന് കടന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഞാൻ വേറൊരു അടുപ്പത്ത് തന്നെ നോൺ സ്റ്റിക്കിൻ്റെ വലിയൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ വറ്റിച്ചെടുക്കല്ല ചെയ്യുന്നത്, ഊറ്റിയിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലോട്ട് തന്നെ ഏലക്കായ, കറാമ്പൂവ്, കറാമ്പട്ട, അതുപോലെ തക്കോൽ എന്നിവ ഇട്ടുകൊടുക്കുക. അപ്പോൾ ഏലക്കായ ഒരു 4 എണ്ണം, അതുപോലെ തന്നെ കറാമ്പൂവ് ഒരു 4 എണ്ണം വെച്ചിട്ടും അതേപോലെ കറാമ്പട്ട ഒരു 2 എണ്ണം വെച്ചിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെക്കുക. അതിൻ്റെ ഹാഫ് ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്, ഹാഫ് നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം. ശേഷം ഇതിലോട്ട് ഒരു അരപ്പിടി മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുക, മല്ലിയില. പിന്നെ ഇതിലോട്ട് പാകത്തിന് ഉപ്പ്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ കൂടുതൽ ചേർക്കുക, കാരണം നമ്മൾ റൈസ് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഉപ്പ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവണം. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിരാൻ വെച്ചിട്ടുള്ള അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഈ വാടിയ ഉള്ളിയിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും പിന്നെ അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചതും ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിതിൽ ചെറിയുള്ളി യൂസ് ചെയ്യുന്നില്ല, ഞാൻ ഇത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഞാനും ഇങ്ങനെ തന്നെയാണ് വെക്കുക, ഉമ്മയും അങ്ങനെ തന്നെയാണ് വെക്കാറ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വീണ്ടും മിക്സ് ചെയ്യുക. ഞാനും ഉമ്മയും കൂടെയാണ് കേട്ടോ ഇത് വെക്കുന്നത്, 2 ആളും കൂടെയാണ് ചെയ്യുന്നത്. കൂടുതലും ഉമ്മ തന്നെയാണ് ചെയ്യുന്നത്. ഇതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും അതേപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടെടുക്കുക. ഇത്രയേ ഉള്ളൂ ഞാൻ ചേർക്കുന്നത്, ഒരുപാടൊന്നും ചേർക്കുന്നില്ല. മസാല വളരെ കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ വെച്ചാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ ബിരിയാണിയിലോട്ട് മസാല കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് പോവും. അപ്പോൾ കുറച്ച് മാത്രം മസാലപ്പൊടികൾ ചേർക്കുക. ഇതിലോട്ട് തന്നെ ഞാൻ ബിരിയാണി മസാല പൊടി വീട്ടിലുണ്ടാക്കി വെക്കാറുള്ളതാണ് ഞങ്ങൾ, ഗരം മസാല, അതൊരു 2 ടീസ്പൂൺ. ഇതിലെല്ലാം ഇൻക്ലൂഡഡ് ആണ്, എല്ലാം ഉണ്ട്. ഏലക്കായ,
കറാമ്പട്ട, കറാമ്പൂവ് എല്ലാം ഉണ്ട് കേട്ടോ, തക്കോലം എല്ലാം ഉണ്ട്. അതിൻ്റെ പൊടി ഒരു 2 ടീസ്പൂണ്. അതേപോലെ തന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തക്കാളി ഇനി ലാസ്റ്റാണ് ചേർക്കുന്നത്. സ്പൈസസ് ഒക്കെ ചേർത്തതിന് ശേഷമാണ് തക്കാളി. ഞാനൊരു 3 തക്കാളിയാണ് ഇതിന് വേണ്ടിയിട്ട് 3 തക്കാളിയാണ് ഇതിലോട്ട് ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ള 3 തക്കാളിയും പിന്നെ ഒരു പിടി മല്ലിയിലയും കൂടെ വീണ്ടും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണ് വിനീഗർ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് തൈരാണ്. തൈര് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൈര് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് മസാലയ്ക്ക് കിട്ടുക. ഈ തൈരും കൂടെ ഇതിലോട്ട് ചേർക്കുമ്പോൾ നല്ലൊരു മണവും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ബിരിയാണി വീട്ടിൽ അധികം ഉമ്മ തന്നെയാണ് ഉണ്ടാക്കാറ്. നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ എനിക്ക് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് പഠിഞ്ഞത് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ടാണ്. എനിക്ക് ഏറ്റവും ഉണ്ടാക്കാൻ മടി തോന്നിയ ഒരു കാര്യം ബിരിയാണിയാണ്. അതെന്തായാലും ഞാൻ പഠിച്ചെടുത്തു. സൂപ്പറായിട്ട് ഞാനും വെക്കും. പക്ഷേ ഇന്നും ഉമ്മയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ ഇതിലിട്ടിട്ടൊന്ന് മസാല സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങളെ വീട്ടിൽ നിങ്ങൾ സാധാരണ ബിരിയാണി വെക്കാൻ യൂസ് ചെയ്യുന്ന അരി ഏതാണെങ്കിൽ അതെടുക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വറ്റിക്കുകയല്ല ചെയ്യുന്നത്, ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് വേവിച്ചിട്ട്. അപ്പോൾ ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. 20 മിനിറ്റോളം ദം ചെയ്തിട്ടാണ് എടുക്കുക. അപ്പോൾ ഉടഞ്ഞു പോവരുത്. അതിനനുസരിച്ചിട്ട് നിങ്ങൾ വേവിക്കുക. ഉള്ളരി ഉടയുന്നതോട് കൂടിയിട്ട് തന്നെ നമ്മൾ ബിരിയാണി എടുക്കണം. ഇതിലോട്ടൊരു 2 നാരങ്ങ പിഴിഞ്ഞിട്ടുള്ള നീരും കൂടെ ചേർത്ത് കൊടുക്കുക. അരിയെല്ലാം ഇതിലിട്ടിട്ട് ശേഷം ഒന്ന് ഉപ്പ് നോക്കുന്നത് നന്നായിരിക്കും. കാരണം ഉണ്ടോ ഇല്ലേന്നൊക്കെ നാരങ്ങ നീരൊക്കെ ഒഴിച്ച ശേഷം നമുക്കറിയാമല്ലോ ഉണ്ടോ ഇല്ലേന്നുള്ളതൊക്കെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഞാൻ ഈ ചിക്കനിലോട്ട് കുറച്ച് ഉള്ളി മൂപ്പിച്ചത് അത് ഞാൻ ഇടാൻ മറന്നതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ റൈസ് ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ള കറാമ്പട്ടയോ കറാമ്പൂവൊക്കെ വേണമെങ്കിൽ പെറുക്കിയെടുക്കാം. ഇല്ലാത്തവർ അങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഊറ്റിയെടുക്കുമ്പോൾ അതിൽ പെടുന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഊറ്റിയെടുക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റുകയാണ്. റൈസ് ഇവിടെ റെഡിയാണ്. ഇനി ദം ചെയ്യാനായിട്ട് ഞാനിവിടെ അടുപ്പിലോട്ട് ഒരു ഇരുമ്പ് കല്ല് വെച്ചിട്ടുണ്ട്. ഇരുമ്പ് ചട്ടി നന്നായിട്ട് ചൂടായ ശേഷം തീ കുറച്ച് വെക്കുക. ഈ ചട്ടിയും കൂടെ നന്നായി ചൂടാക്കി എടുക്കുക. ഞാൻ നേരത്തെ റൈസ് വെച്ചിട്ടുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇതൊന്ന് നന്നായി ചൂടായ ശേഷം ഇതിലോട്ട് ചിക്കൻ്റെ മസാല ആദ്യം വെച്ചുകൊടുക്കുക. അപ്പോൾ ചിക്കൻ മസാല മുഴുവനായിട്ട് ഞാൻ ഇതിലോട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ റൈസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നേരത്തെ മൂപ്പിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും അതുപോലെ തന്നെ കാഷ്യൂനട്ടും അതുപോലെ കിസ്മിസും പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ശേഷം വീണ്ടും കുറച്ച് റൈസ് കൂടെ ഇട്ട് കൊടുക്കുക. അതിന് മുന്നേറ്റ് നെയ്യൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഒന്നാകെ നമ്മളെല്ലാം കൂടെ ഇപ്പം ഞാനൊരു 2-3 ലെയറായി ഉമ്മ 2-3 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 2-3 ലെയറായിട്ട് ചെയ്യുമ്പോൾ മുകളിൽ നമ്മൾ നെയ്യിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടവും കൂടെ എത്തണമെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇടയിൽ ഇങ്ങനെ ലെയർ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് എല്ലായിടത്തും നെയ്യ് എത്തിക്കിട്ടും. ഇതുപോലെ ഒരു 3 പാർട്ടായിട്ട് 3 ലെയറായിട്ട് ബിരിയാണിയുടെ റൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മസാലയിൽ നിന്ന് മൂറ്റിയെടുത്തിട്ടുള്ള കുറച്ച് എണ്ണയാണ്. അപ്പോൾ അത് മുകളിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ചോറിലെ ടേസ്റ്റ് കിട്ടും. മറ്റത് ആ അടിയിൽ മാത്രം അത് കിടന്ന് ഇങ്ങനെ തിളക്കുക ചെയ്യുള്ളൂ. ഇതിന് മുകളിൽ ആവശ്യത്തിന് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എത്ര നെയ്യാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഇടയിലും ഇടയിലും അതുപോലെ മുകളിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ചെയ്യുന്നത് അടിയിലുള്ള മസാല ഇങ്ങനെ തിളക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ചോറിലോട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് തവി കൊണ്ടൊന്ന് കുത്തി കൊടുക്കുക.
ഒരു 20 മിനിറ്റ് വരെ ഒന്ന് വെക്കാം. കുറച്ച് ഫോയിൽ പേപ്പറൊക്കെ ചുറ്റി ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കോഴി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താ ഒരു സ്മെല്ലെന്നറിയോ? കിടിലനായിട്ടുള്ള ഒരു ബിരിയാണിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇവിടെ എല്ലാം കൂടെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നെയ്യെല്ലാം ഇതിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ട് നല്ലൊരു സ്മെല്ലും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.